ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് എൻവയോൺമെന്റൽ എക്കണോമിക്സിന്റെ ഫസ്റ്റ് മൊഡ്യൂളാണ്. ഈ മൊഡ്യൂളിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമുക്കിതിൽ പഠിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് ക്ലാസിഫിക്കേഷൻ ഓഫ് റിസോഴ്സസ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? അതായത് നാച്ചുറൽ റിസോഴ്സസ്, നമുക്ക് എർത്തിൽ അവൈലബിൾ ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസിനെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. നോൺ റിന്യൂവബിൾ റിസോഴ്സസും അതുപോലെ തന്നെ റിന്യൂവബിൾ റിസോഴ്സസും. ഇപ്പൊ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റാത്ത, അതായത് ഈ റിസോഴ്സസ് തീർന്നു പോകത്തില്ല, നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ചെയ്തതിന് ശേഷം വീണ്ടും അതിനെ റീപ്ലെനിഷ് ചെയ്ത് പിന്നെയും പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന റിസോഴ്സസിനെയാണ് നമ്മൾ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് വിളിക്കുന്നത്. നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അത് നമുക്ക് ഒറ്റ തവണ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിനെ റീപ്ലെനിഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ ഒറ്റ തവണ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത് തീർന്നു പോകുന്നിടം വരെ മാത്രം അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ആണ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. അതേസമയം റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നോൺ റിന്യൂവബിൾ റിസോഴ്സസിന്റെ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ തന്നിട്ടുണ്ട്. റിസോഴ്സസ് ദാറ്റ് ആർ കൺസ്യൂംഡ് വെൻ യൂസ്ഡ്. എക്സാമ്പിൾ കോൾ, അതായത് യൂസ് ചെയ്യുന്ന അനുസരിച്ച് തീർന്നു പോകുന്ന റിസോഴ്സസിനെയാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ ആണ് കോള്, നമ്മുടെ കൽക്കരി. അതുപോലെ തന്നെ റിസോഴ്സസ് ദാറ്റ് ക്യാൻ ബി എക്സോസ്റ്റഡ് ബൈ ഓവർ യൂസ്. ഓവർ യൂസേജ് വഴി, നമ്മൾ അമിതമായ ഉപയോഗം കാരണം എക്സോസ്റ്റഡ് ആയി പോകുന്ന, തീർന്നു പോകുന്ന, അല്ലെങ്കിൽ അത് കാലഹരണപ്പെട്ടു പോകുന്ന റിസോഴ്സസിനെയാണ് നമ്മൾ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് വിളിക്കുന്നത്. ഇനി റിന്യൂവബിൾ റിസോഴ്സസിലേക്ക് വരുമ്പം റിസോഴ്സസ് ദാറ്റ് ആർ ഓൾവേസ് അവൈലബിൾ. എക്സാമ്പിൾ വിൻഡ് ആൻഡ് വാട്ടർ. നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള, എർത്തിൽ സുലഭമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള, നമുക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന റിസോഴ്സസിനെയാണ് റിന്യൂവബിൾ റിസോഴ്സസ് നമ്മൾ വിളിക്കുന്നത്. വിൻഡ്, വാട്ടർ, എയർ ഒക്കെ എക്സാമ്പിൾ ആണ്. സോളാർ എനർജി, സൺലൈറ്റ് ഒക്കെ റിന്യൂവബിൾ റിസോഴ്സ് ആണ്. അതുപോലെ തന്നെ റിന്യൂവബിൾ റിസോഴ്സസ് ദാറ്റ് ക്യാൻ ബി റീസൈക്കിൾഡ്. നമുക്ക് റീസൈക്കിൾ ചെയ്ത് വീണ്ടും വീണ്ടും അതിനെ ഒന്നുകൂടെ മോടി വരുത്തി വീണ്ടും വീണ്ടും ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന റിസോഴ്സസിനെയാണ് നമ്മൾ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ ആണ് മെറ്റൽസ്. ഓക്കെ, അപ്പോൾ റിസോഴ്സസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. റിന്യൂവബിൾ റിസോഴ്സസ് അതുപോലെ തന്നെ നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ അതിനെ ദേ ക്യാൻ ബി റീഗെയിൻഡ് ബൈ ദ എഫേർട്സ് ഓഫ് പീപ്പിൾ ആഫ്റ്റർ ദേ ഗെറ്റ് എക്സോസ്റ്റഡ്. അതായത് ഈ റിന്യൂവബിൾ റിസോഴ്സസ് തീർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് അവയെ വീണ്ടും റീഗെയിൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഫ്രഷ് എയർ ആണെങ്കിലും വാട്ടർ ആണെങ്കിലും ആനിമൽസ്, ലാൻഡ്, പ്ലാന്റ്സ്, ഇതൊക്കെ നമുക്ക് വീണ്ടും റീഗെയിൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതേസമയം നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉപയോഗത്തിന് ശേഷം അത് തീർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അവയെ പിന്നീട് വീണ്ടും റീഗെയിൻ ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല. ഒരു പ്രാവശ്യം തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നീട് അത് എന്നേക്കുമായിട്ട് തീർന്നു പോയി എന്നുള്ള അവസ്ഥയാണ്. അത്തരത്തിലുള്ള റിസോഴ്സസിനെയാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിൾ ആണ് കോള്, പെട്രോളിയം, മിനറൽസ് ഒക്കെ. ഓക്കെ, ഇനി കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. നമ്മൾ എന്തിനാണ് നാച്ചുറൽ റിസോഴ്സസിനെ കൺസേർവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സസ് അപ്പം നിങ്ങളിപ്പോൾ കണ്ടല്ലേ, റിന്യൂവബിൾ റിസോഴ്സസും അതുപോലെ തന്നെ നോൺ റിന്യൂവബിൾ റിസോഴ്സസും ഉണ്ട്. അതിൽ റിന്യൂവബിൾ റിസോഴ്സസ് നമുക്ക് വീണ്ടും റിപ്ലെനിഷ് ചെയ്തെടുക്കാം. പക്ഷെ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ഒരിക്കൽ തീർന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിനെ റീപ്ലെനിഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? വളരെ മിതമായിട്ട് ഇവയെ വളരെ സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ അതാണ് കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസിൽ നമ്മൾ പഠിക്കുന്നത്. കൺസർവേഷൻ എന്ന് പറയുമ്പം നമുക്ക് ഏറ്റവും പ്രോപ്പറായിട്ട് എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നു. എക്സ്പ്ലോയിറ്റേഷൻ ഇല്ലാതെ റിസോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതാണ് നമ്മൾ കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസിൻ്റെ അകത്ത് പറയുന്നത്. As the human population is growing continuously, the consumption of natural resources is also increasing. With the increase of industrialization and urbanization of modern human society, the use of all these resources is increasing day by day. If these resources are not properly managed and used, there will be serious scarcity of these resources. So we need to conserve the natural resources. നമ്മൾ എന്തിനാണ് നാച്ചുറൽ റിസോഴ്സസിനെ കൺസേർവ് ചെയ്യണമെന്ന് പറയുന്നത്? അതായത് നമ്മളുടെ പോപ്പുലേഷൻ അലാമിംഗ്ലി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലല്ല, ലോകത്ത് മുഴുവൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യ സ്പെസിഫിക്കലി നമ്മളൊരു പോപ്പുലേഷൻ എക്സ്പ്ലോഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ പോപ്പുലേഷൻ ഇൻക്രീസിങ് ആണ്. അങ്ങനെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നു, അർബനൈസേഷനും ഇൻഡസ്ട്രിയലൈസേഷനും ഒക്കെ വരുന്നു. അങ്ങനെ ഓരോ ദിവസം ചെല്ലുന്തോറും ആൾക്കാരുടെ ഡിമാൻഡ് കൂടിക്കൂടി വരുന്നു. അപ്പോൾ ഈ റിസോഴ്സസിനെ നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇവ എക്സോസ്റ്റഡ് ആയി പോകുന്നു. നമുക്ക് പിന്നീട് ഈ റിസോഴ്സസിന് സീരിയസ് സ്കാർസിറ്റി വരുന്നു. അതായത് കനത്ത ക്ഷാമം നമ്മൾ നേരിടാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ
ഈ റിസോഴ്സസിനെ കൺസേർവ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഇപ്പോഴത്തെ ജനറേഷന്റെ കാര്യം മാത്രം നോക്കി ജീവിച്ചാൽ പോരാ, വരാനിരിക്കുന്ന ജനറേഷനും കൂടി വേണ്ടി നമ്മൾ കൺസേർവ് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, റിസോഴ്സസിനെ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സസ്റ്റൈനബിൾ ആയിരിക്കണം. നമുക്ക് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, ബാക്കിയുള്ളത് മറ്റുള്ള ജനറേഷൻസിന് വേണ്ടി നമ്മൾ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളൊരു ഐഡിയ നമുക്ക് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. സോ കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് ദി പ്രോപ്പർ മാനേജ്മെന്റ് ഓഫ് എ നാച്ചുറൽ റിസോഴ്സ് ടു പ്രിവെന്റ് ഇറ്റ്സ് എക്സ്പ്ലോയിറ്റേഷൻ, ഡിസ്ട്രാക്ഷൻ ഓർ ഡിഗ്രഡേഷൻ. അപ്പോൾ ഒരു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു റിസോഴ്സ് യൂസ് ചെയ്യാതിരിക്കുന്നതിനെ അല്ല നമ്മൾ കൺസർവേഷൻ എന്ന് പറയുന്നത്. കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോപ്പർലി മാനേജ് ചെയ്ത് റിസോഴ്സിനെ യൂസ് ചെയ്യുന്നു. അതായത് അതിന് എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാവാതെ, ഡിസ്ട്രക്ഷൻ ഉണ്ടാവാതെ, അത് നശിച്ചു പോവുകയോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും കേടുപാട്, ഡിഗ്രഡേഷൻ ഉണ്ടാവുകയോ ചെയ്യാതെ അതിനെ ഏറ്റവും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ കൺസർവേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് വിളിക്കുന്നത്. സോ കൺസർവേഷൻ ഇസ് ദി ആക്ട് ഓഫ് പ്രൊട്ടക്ടിങ് എർത്ത്സ് നാച്ചുറൽ റിസോഴ്സ് ഫോർ കറന്റ് ആൻഡ് ഫ്യൂച്ചർ ജനറേഷൻസ്. ഇപ്പോഴത്തെ ജനറേഷന് വേണ്ടിയും ഇനി വരാനിരിക്കുന്ന ജനറേഷന് വേണ്ടിയും ഒക്കെ നമ്മളുടെ എർത്തിന്റെ നാച്ചുറൽ റിസോഴ്സസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കൺസർവേഷൻ ഓഫ് റിസോഴ്സസ്. ഇതിന്റെ അർത്ഥം നമ്മൾ ഈ റിസോഴ്സിനെ യൂസ് ചെയ്യാതിരിക്കുന്നു എന്നല്ല, മറിച്ച് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? എഫിഷ്യൻ്റ് ആയിട്ട്, ഏറ്റവും ഒട്ടും ഇതിൻ്റെ വേസ്റ്റേജ് ഒന്നും വരാതെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് കൺസർവേഷൻ ഓഫ് റിസോഴ്സസിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് മെയിൻറ്റെയിനിങ് ഡൈവേഴ്സിറ്റി ഓഫ് സ്പീഷീസ്, ജീനസ് ആൻഡ് ഇക്കോസിസ്റ്റംസ് ആസ് വെൽ ആസ് ഫങ്ഷൻസ് ഓഫ് ദി എൻവയോൺമെന്റ് സച്ച് എസ് ന്യൂട്രിയൻ സൈക്കിൾ. അപ്പം കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഓൾറെഡി എർത്തിൽ ഏതൊക്കെ സ്പീഷീസ് ഉണ്ടോ, ഏതൊക്കെ എക്കോസിസ്റ്റംസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ സൈക്കിൾസ്, ഇപ്പം ന്യൂട്രിയൻ സൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് സൈക്കിൾസ് നമ്മളുടെ എർത്തിൽ തന്നെയുണ്ട്. കാർബൺ സൈക്കിളുണ്ട്, നൈട്രജൻ സൈക്കിളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എർത്തിന് അതിൻ്റേതായിട്ടുള്ള കുറേ പ്രോസസ്സ് ഉണ്ട്. ഈ പ്രോസസ്സിനെ ഒന്നും നമ്മൾ ഒരു പുറത്തുനിന്ന് നമ്മൾ അതിന്മേൽ ഒരു എഫക്റ്റ് കൊടുക്കാതെ നമുക്ക് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ എർത്തിനും കോട്ടം വരാത്ത രീതിയിൽ റിസോഴ്സസിനെ യൂസ് ചെയ്യുന്നതിനെയാണ് കൺസർവേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ കൺസർവേഷൻ ഇസ് സിമിലർ ടു പ്രിസർവേഷൻ. അപ്പോൾ കൺസർവേഷനും പ്രിസർവേഷനും ഈ രണ്ട് വേർഡ്സും നമ്മൾ സൈമൾട്ടേനിയസ്ലി യൂസ് ചെയ്യാറുള്ള രണ്ട് വേർഡ്സ് ആണ്. ഇത് കുറച്ച് സിമിലാരിറ്റി ഉണ്ട് ഇത് തമ്മിൽ, പക്ഷെ ഇത് എക്സാക്ട്ലി സെയിം അല്ല. പ്രിസർവേഷൻ എന്ന് പറയുമ്പം നമ്മൾ അത് യൂസ് ചെയ്യാതിരിക്കും, അല്ലെങ്കിൽ പ്രൊട്ടക്ടിങ് ദ നേച്ചർ ഫ്രം ഹ്യൂമൻ യൂസ്. ഇപ്പോൾ പ്രിസർവ്ഡ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും പുറത്തുനിന്നുള്ള ഹ്യൂമൻ ബീങ്സിനെ ഒന്നും ആ ഫോറസ്റ്റിനകത്തേക്ക് കയറ്റത്തില്ല. അപ്പോൾ ഈ പ്രിസർവേഷനും കൺസർവേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, പ്രിസർവ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അതിനെ യൂസ് ചെയ്യാനായിട്ട് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അതേസമയം കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ കൺസർവേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് വിളിക്കുന്നത്. സോ കൺസർവേഷൻ ഇസ് സിമിലർ ടു പ്രിസർവേഷൻ, ബട്ട് വൈൽ ബോത്ത് റിലേറ്റ് ടു ദ പ്രൊട്ടക്ഷൻ ഓഫ് നേച്ചർ, ദി സ്ട്രൈവ് ടു അക്കംപ്ലിഷ് ദിസ് ടാസ്ക് ഇൻ ഡിഫറെന്റ് വേസ്. കൺസർവേഷൻ സീക്സ് ദ സസ്റ്റൈനബിൾ യൂസ് ഓഫ് നേച്ചർ ബൈ ഹ്യൂമൻസ് for activities such as hunting, logging or mining, while preservation means protecting nature from human use. അപ്പോൾ കൺസർവേഷൻ്റെ അകത്ത് നമുക്ക് റിസോഴ്സസ് യൂസ് ചെയ്യാം. എങ്ങനെ യൂസ് ചെയ്താൽ മതി? എഫിഷ്യൻ്റ് ആയിട്ട്, ഒരു വേസ്റ്റേജ് ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ, എർത്തിന് ഡിഫക്ട്സ് ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ യൂസ് ചെയ്താൽ മതി കൺസർവേഷൻ വഴി. പ്രിസർവേഷൻ എന്ന് പറയുമ്പം നമ്മൾ ഇതിനെ കംപ്ലീറ്റ്ലി ആൾക്കാർ യൂസ് ചെയ്യുന്നതെന്ന് പ്രിവെൻറ്റ് ചെയ്യുകയാണ് പ്രിസർവേഷനിൽ ചെയ്യുന്നത്. സോ ഇതാണ് പ്രിസർവേഷനും കൺസർവേഷനും തമ്മിലുള്ള ഡിഫറൻസ്. And continued human population growth has led to unsustainable rates of consumption of our natural resources, resulting in a loss of Earth's biodiversity. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് നമ്മളുടെ പോപ്പുലേഷൻ കണ്ടമാനം ഇൻക്രീസ് ചെയ്യുന്ന ഒരു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ സ്റ്റേജിലേക്കൊക്കെ നമ്മൾ എത്തിയിരിക്കുമ്പോഴത്തേക്കും നാച്ചുറൽ റിസോഴ്സസിന്റെ കൺസംഷൻ ഭയങ്കരമായിട്ട് കൂടി. നമ്മൾ നേച്ചറിനെ ഒത്തിരി ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അത് എന്തിലേക്ക് വഴിതെളിച്ചു? എർത്തിന്റെ ബയോഡൈവേഴ്സിറ്റി, എർത്തിന്റെ ഒരു സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നതിലേക്ക് വഴിതെളിച്ചു. The major factors driving biodiversity loss include habitat destruction, climate change, invasive species, overexploitation and pollution. അതായത് ഈ ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെടാനുള്ള കാരണങ്ങളിൽ ചിലത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ, അതായത് ഒരു പെർട്ടിക്കുലർ സ്പീഷീസ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആനിമൽസിന്റെ ഹാബിറ്റാറ്റ് നമ്മൾ ഡിസ്ട്രക്ട് ചെയ്യുന്നു. അതായത് നാട്ടിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തപ്പോഴത്തേക്കും അവർ കാട്ടിലേക്കും കൂടെ ഇൻവൈഡ് ചെയ്ത് നിലമൊക്കെ നികത്തി
ഫോറസ്റ്റ് ഒക്കെ വെട്ടി നികത്തിയപ്പോഴത്തേക്കും ആ ഒരു ഫോറസ്റ്റ് റീജിയനിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആനിമൽസിന്റെ ഒക്കെ ഹാബിറ്റാറ്റ്, അവരുടെ ആ ഒരു ജീവിച്ചിരുന്ന സിറ്റുവേഷൻ, അവര് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ജീവിച്ചിരുന്ന ആ ഒരു ഹാബിറ്റാറ്റ് അവർക്ക് നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവുന്നു. ഇൻവേസീവ് പുറത്തുനിന്ന് ചില സ്പീഷീസ് ഇങ്ങോട്ട് കടന്നു വന്നിട്ട് അത് ഇവിടെയുള്ള സ്പീഷീസുകളെ നശിപ്പിക്കുന്നു. അതുപോലെ പൊല്യൂഷനും ഓവർ എക്സ്പ്ലോയിറ്റേഷനും ഒക്കെ നമ്മുടെ ഹ്യൂമൻ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തത് കാരണമാണ് ഈ പറയുന്ന എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഉണ്ടായിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ദർ ഇസ് എ റൈസിംഗ് നീഡ് ഫോർ കൺസേർവിംഗ് നാച്ചുറൽ റിസോഴ്സസ് വിച്ച് ക്യാൻ ബി അക്കംപ്ലീഷ്ഡ് ത്രൂ സം മെത്തേഡ്സ് ഡിസ്കസ്ഡ് ഹിയർ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു നാച്ചുറൽ റിസോഴ്സസിനെ നമ്മൾ പ്രോപ്പറായിട്ട് കൺസേർവ് ചെയ്തില്ലെങ്കിൽ, അതായത് നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും മിനിമം വേസ്റ്റ് വരുന്ന രീതിയിൽ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഒന്നും ചെയ്യാതെ നമുക്ക് ആവശ്യത്തിന് മാത്രമായിട്ട് ഏറ്റവും സസ്റ്റൈനബിൾ ആയിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ പല പല കോൺസിക്വൻസസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആയിക്കോട്ടെ, ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മളുടെ കാലാവസ്ഥയൊന്നും പ്രവചനാതീതമായിട്ട് പൊക്കോണ്ടിരിക്കുക. അതിൻ്റെയൊക്കെ കാരണം ഈ പറയുന്ന നാച്ചുറൽ റിസോഴ്സസിനെ നമ്മൾ പ്രോപ്പറായിട്ട് കൺസേർവ് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ നാച്ചുറൽ റിസോഴ്സസിനെ കൺസേർവ് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഇറ്റ് ഇസ് എ നീഡ് ഓഫ് ദി ആർ, ഇറ്റ് ഹാസ് ബിക്കം ദ നീഡ് ഓഫ് ദി ആർ, വളരെ ഇമ്പോർട്ടൻ്റ് ആയി മാറിയിരിക്കുന്നു. സോ കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസിനെ നമുക്ക് യൂസ് ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ് ആണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. സോ റിസോഴ്സ് കൺസർവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന മെത്തേഡാണ് സബ്സ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയൽസ്. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിന് പകരമായിട്ട് വേറെ എന്തെങ്കിലും കുറച്ചുകൂടെ റിന്യൂവബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എർത്ത് ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഉപയോഗിക്കുക. രണ്ടാമത്തത് എക്സ്റ്റെൻഡ് പ്രോഡക്റ്റ് ലൈഫ്. ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ അതിപ്പോൾ ഒരു വർഷത്തേക്കുള്ള കമ്മോഡിറ്റി ആണെങ്കിൽ അതിന് ഒരു വർഷവും കൂടെ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അതിൻ്റെ പ്രോഡക്റ്റ് ലൈഫ്, ആ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന കാലാവധി നീട്ടിയെടുക്കാൻ പറ്റുമെങ്കിൽ അത് അത്രയും വേസ്റ്റേജ് കുറയ്ക്കാനായിട്ട് നമുക്ക് സഹായകമായിരിക്കും. പിന്നെ റീസൈക്കിൾ വേസ്റ്റ് റീസൈക്ലിംഗ്. ഇപ്പോൾ നിങ്ങളെല്ലാവരും 3R കേട്ടിട്ടുണ്ടാവും അല്ലേ, റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന നമ്മുടെ കൺസംഷൻ റെഡ്യൂസ് ചെയ്യുക, അതാണ് അടുത്ത പോയിന്റ്. കൺസ്യൂം ലെസ്, റെഡ്യൂസ് ചെയ്യുക, നമ്മൾ റീയൂസ് ചെയ്യുക, എക്സ്റ്റെൻഡ് പ്രോഡക്റ്റ് ലൈഫ്. നമ്മൾ ഈ വർഷം യൂസ് ചെയ്തത് തന്നെ അടുത്ത വർഷം വീണ്ടും യൂസ് ചെയ്യുക. ഇപ്പോൾ സ്കൂളിലേക്കൊക്കെ പോകുന്ന സമയത്ത് എല്ലാ വർഷവും പുതിയ ബാഗൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം അതിങ്ങനെ വേസ്റ്റ് ആയിട്ട് അടിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുക. അതേസമയം നമ്മൾ ഈ വർഷം വാങ്ങിക്കുന്ന ബാഗ് ഒരു 2-3 വർഷത്തേക്കും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും വേസ്റ്റേജ് കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പം അവിടെ നമ്മൾ റീയൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രോഡക്റ്റ് ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യുക ചെയ്യുന്നത്. അതുപോലെ തന്നെ വേസ്റ്റ് ഒക്കെ റീസൈക്കിൾ ചെയ്യുക, കൺസ്യൂം ലെസ്, കുറച്ച് മാത്രം കൺസ്യൂം ചെയ്യുക, നമ്മുടെ ആവശ്യത്തിന് മാത്രം കൺസ്യൂം ചെയ്യുക. അതുപോലെ തന്നെ കൺവേർട്ട് വേസ്റ്റ് ഇൻ ടു വെൽത്ത്. നമ്മൾ അക്യുമുലേറ്റ് ചെയ്യുന്ന വേസ്റ്റിനെ, ഇപ്പം നിങ്ങൾക്ക് ബയോഗ്യാസ് പ്ലാന്റ്സ് ഉണ്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള എങ്ങനെയാണോ അതിനെ നമുക്ക് ആ വേസ്റ്റിനെ പോലും പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെന്റ് വഴി അതിനെയും വെൽത്ത് ആക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെയാണ് റിസോഴ്സ് കൺസർവേഷനിൽ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ്. സോ ഇത് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാനുണ്ട്. ആദ്യത്തേത് മെറ്റീരിയൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽ, അത് ചിലപ്പം എർത്ത് ഫ്രണ്ട്ലി അല്ലാത്ത നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലിന് പകരം കുറച്ചുകൂടെ റിന്യൂവബിൾ ആയിട്ടുള്ള ഒരു റിസോഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ റിസോഴ്സ് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റിസോഴ്സ് ഭയങ്കരമായിട്ട് ഓവർ എക്സ്പ്ലോയിറ്റഡ് ആവുന്നുണ്ട് എന്നൊരു സാഹചര്യം വന്നാൽ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മെറ്റീരിയൽ കിട്ടിയാൽ ഈ നമ്മൾ യൂസ് ചെയ്യുന്ന റിസോഴ്സിന്റെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതിനെ നമ്മൾ മെറ്റീരിയൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിന് പകരം മറ്റൊന്ന് ഉപയോഗിക്കുക എന്നാണ്. So there are many possibilities of material substitution by which the use of a material resource can be restricted by finding an alternative resource. And the second method is product life extension. നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ, ഞാൻ നേരത്തെ സ്കൂൾ ബാഗിന്റെ കാര്യം പറഞ്ഞതുപോലെ, this is a method by which the durability of the product is extended by deliberate design so that the need for replacement would be postponed. അതായത് നമ്മൾ ഇതിനെ റീപ്ലേസ് ചെയ്യാനുള്ള ഒരു ആവശ്യം പെട്ടെന്നൊന്നും വരാതെ അത് കുറച്ചുകൂടെ കാലത്തേക്ക് ഈ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ അതിന്റെ ഡ്യൂറബിലിറ്റി ഇൻക്രീസ് ചെയ്യുക. അതായത് അതിനെ നമുക്ക് എത്ര കാലം കൂടി യൂസ് ചെയ്യാം, കേടുപാടുകളൊന്നും കൂടാതെ കുറച്ചധികം കാലം കൂടി യൂസ് ചെയ്യാൻ തക്ക തരത്തിൽ പ്രോഡക്ട്സിനെ ഡിസൈൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് നേച്ചറിനെ കൺസേർവ് ചെയ്യാനായിട്ട് സാധിക്കും, റിസോഴ്സസിനെ കൺസേർവ് ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത്തേത് റീസൈക്ലിംഗ് ആണ്. ഇത് എല്ലായിടത്തും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് റീസൈക്ലിംഗ്. ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ഒരു പ്രാവശ്യം എഴുതിയ പേപ്പർ ഒക്കെ ആണെങ്കിൽ നമ്മൾ റീസൈക്കിൾ ചെയ്തിട്ട് റീസൈക്കിൾഡ് പേപ്പർ വീണ്ടും യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ അപ്പം നമുക്ക് അതുകൊണ്ട് എന്താ അത്രയും മരങ്ങൾ കുറച്ച് കട്ട് ഡൗൺ ചെയ്താൽ മതി. അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. സോ റീസൈക്ലിംഗ് ഇസ് എ പോപ്പുലർ ആൻഡ് വൈഡ്ലി പ്രാക്ടീസ്ഡ് മെത്തേഡ് ത്രൂ ഔട്ട് ദി വേൾഡ് ബൈ മെനി ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്.
This is a process by which the life of resource is extended by means of recycling it or reusing it as an input or output. Industrial waste and byproducts can be profitably recycled. അപ്പം റീസൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ, ദിസ് ഇസ് ദ പ്രോസസ് ബൈ വിച്ച് ലൈഫ് ഓഫ് എ റിസോഴ്സ് ഇസ് എക്സ്റ്റെൻഡഡ് ബൈ മീൻസ് ഓഫ് റീസൈക്ലിംഗ് ഇറ്റ്. നമ്മൾ ഇതിനെ വീണ്ടും ഒന്നും കൂടെ നവീകരിച്ച് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ റീയൂസ് ചെയ്യുകയോ ചെയ്യുമ്പോഴാണ് റീസൈക്ലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത്. നമ്മൾ എൻവയോൺമെന്റൽ എക്കണോമിക്സ് പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് 3 Rs എന്ന് പറയുന്നത്. നമ്മളുടെ റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. നമ്മൾ നമ്മളൊരു പ്രോ എർത്ത് ലൈഫിലേക്ക് പോകുമ്പോഴത്തേക്ക് എപ്പോഴും ഈ പറയുന്ന 3 Rs എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് റീസൈക്ലിംഗ്. ഇനി 4ാമത്തെ മെത്തേഡ് കൺസ്യൂം ലെസ് ആൻഡ് വേസ്റ്റ് റിഡക്ഷൻ. നമുക്ക് ആവശ്യത്തിന് മാത്രം കൺസ്യൂം ചെയ്യുക, വേസ്റ്റേജ് ഉണ്ടാവുന്നത് ഒഴിവാക്കുക. The problem relating to conservation of resources exhibit in 2 ways. One, to consume or exploit the resource in a minimal way, and the other is to avoid or reduce wastage in the process of production. ഒന്ന് നമുക്ക് ഏറ്റവും മിനിമം ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം കൺസ്യൂം ചെയ്യുക, വേസ്റ്റേജ് കുറയ്ക്കുക. ഇഫ് ഗ്രേറ്റർ അറ്റൻഷൻ ഇസ് പെയ്ഡ് ടു ദ ലാറ്റർ, വേസ്റ്റ് റിഡക്ഷൻ ആണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഏറ്റവും മിനിമം ആയിട്ടുള്ളതേ കൺസ്യൂം ചെയ്യത്തുള്ളൂ. ഇവ തമ്മിൽ ഈ കൺസ്യൂം ലെസ്സും വേസ്റ്റ് റിഡക്ഷനും ഇന്റർ കണക്റ്റഡ് ആണ്. അതായത് നമ്മൾ വേസ്റ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ആവശ്യമുള്ളത്, ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുക എന്ന് വിചാരിക്കുക, നമുക്ക് ആവശ്യമുള്ള ഫുഡ് മാത്രമാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ വേസ്റ്റ് കുറവായിരിക്കും, നമ്മൾ കുറച്ചേ കഴിക്കുന്നുള്ളൂ. നമുക്ക് ആവശ്യത്തിന്, നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുക്കുക. അതുപോലെ തന്നെ എല്ലാ റിസോഴ്സസും, എർത്തിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഒക്കെ ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഒരുപാട് ഇതിനെ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ നമുക്ക് എത്രത്തോളം ആണോ ആവശ്യമുള്ളത് അത് മാത്രം എടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അതാണ് 4ാമത്തെ മെത്തേഡ്. അപ്പോൾ ഈ പറയുന്ന 4 മെത്തേഡ്സ് വഴിയാണ് നമ്മൾ മെത്തേഡ്സ് ഓഫ് കൺസർവേഷൻ ഓഫ് റിസോഴ്സസിനെ കൺസേർവ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ലാസ്റ്റ് കൺവേർട്ട് വേസ്റ്റ് ഇൻ ടു വെൽത്ത് എന്ന് പറയുന്നതും കൂടെ ഉണ്ട്. അതായത് നമുക്ക് വേസ്റ്റിനെയും റീയൂസ് ചെയ്ത് റീസൈക്കിൾ ചെയ്ത് പുതിയ പ്രോഡക്ട്സ് ഒക്കെ ആക്കി മാറ്റിയെടുത്താൽ അതിനെ നമുക്കറിയാമല്ലേ, നമ്മൾ ഈ വേസ്റ്റ് ബോട്ടിൽസ് എന്നൊക്കെ ബോട്ടിൽ ആർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ വേസ്റ്റ് ആയി പോവാതെ ഓൾറെഡി വേസ്റ്റ് ആവേണ്ടിയിരുന്നതിനെ നമ്മൾ വീണ്ടും അതിനെ മോഡിഫൈ ചെയ്തെടുത്ത് അതിൽ നിന്ന് നമുക്ക് ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ അതിനെ നമുക്ക് ഒരു ഡെക്കറേഷൻ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ പല യൂസസും ഉണ്ട്. ഇപ്പൊ വേസ്റ്റ് മെറ്റീരിയലിനെ പ്രോപ്പർ മാനേജ്മെന്റ്, വേസ്റ്റിന്റെ പ്രോപ്പർ മാനേജ്മെന്റ് വഴി നമുക്ക് റിസോഴ്സസിനെ കൺസേർവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ റിസോഴ്സ് കൺസർവേഷന്റെ മെത്തേഡ്സ് ആണ് മെറ്റീരിയൽ സബ്സ്റ്റിറ്റ്യൂഷൻ, പ്രോഡക്റ്റ് ലൈഫ് എക്സ്റ്റൻഷൻ, റീസൈക്ലിംഗ്, ലെസ് കൺസംഷൻ, വേസ്റ്റ് റിഡക്ഷൻ ആൻഡ് കൺവേർട്ടിംഗ് ദ വേസ്റ്റ് ഇൻ ടു വെൽത്ത്. ഇനി അടുത്തത് എനർജി. എനർജി എന്ന് പറഞ്ഞാൽ ഊർജം. നമ്മൾ എന്തൊരു വർക്ക് ചെയ്യണമെങ്കിൽ എനർജി ഈസ് ദ ലൈക്ക് എനിത്തിങ് വിച്ച് ഇസ് സംതിങ് വിച്ച് ഇസ് നീഡഡ് ഫോർ അസ് ടു ഡു എ വർക്ക്. ഒരു ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു കമ്പോണന്റിനെയാണ് എനർജി അല്ലെങ്കിൽ ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ സോഴ്സസ് ഓഫ് എനർജി നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജിയും അതുപോലെ നോൺ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജിയും. റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള, ഈസിലി റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന, ഒരു ഡെയിലി ബേസിസിൽ നമുക്ക് കിട്ടുന്ന, പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാലത്തും എനർജി കിട്ടുന്ന സോഴ്സസിനെയാണ് നമ്മൾ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി എന്ന് പറയുന്നത്. ഇപ്പോൾ സോളാർ എനർജി, സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന സോളാർ എനർജി, വാട്ടറിൽ നിന്ന് കിട്ടുന്ന ടൈഡൽ എനർജി, വിൻഡിൽ നിന്ന് കിട്ടുന്ന വിൻഡ് എനർജി, അങ്ങനെ പല നാച്ചുറൽ റിസോഴ്സസിൽ നിന്ന് കിട്ടുന്ന എനർജിയൊക്കെയാണ് റിന്യൂവബിൾ എനർജി. നമുക്ക് റിന്യൂ ചെയ്തെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന. അതേസമയം നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ അത് എർത്തിൽ കുറച്ച് ലിമിറ്റഡ് എമൗണ്ട് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന അനുസരിച്ച് അത് തീർന്നു പോകും. പിന്നീട് അതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. കൽക്കരി, കോള്, പെട്രോളിയം, ഇതൊക്കെയാണ് നോൺ റിന്യൂവബിൾ എനർജിക്ക് എക്സാമ്പിൾ, നോൺ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജിയുടെ എക്സാമ്പിൾസ്. റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ നാച്ചുറൽ റിസോഴ്സസിൽ നിന്ന് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന എനർജിയാണ്. റിന്യൂവബിൾ എനർജി ഈസ് എനർജി ജനറേറ്റഡ് ഫ്രം നാച്ചുറൽ റിസോഴ്സസ് സച്ച് എസ് സൺലൈറ്റ്, വിൻഡ്, റെയിൻ, ടൈഡ്സ് ആൻഡ് ജിയോ തെർമൽ ഹീറ്റ്. അതിന്റെ അഡ്വാൻറ്റേജസ്, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, റിന്യൂവബിൾ റിസോഴ്സസിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തന്നെ അത് റിന്യൂവബിൾ ആണ്, അല്ലെങ്കിൽ നമുക്ക് ഈസിലി റീജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ വേസ്റ്റേജ് ഉണ്ടാവുന്നില്ല, ക്ലീൻ ആണ്, എർത്തിന് ഒരു തരത്തിലുള്ള കോട്ടവും ഉണ്ടാവുന്നില്ല. റിന്യൂവബിൾ റിസോഴ്സസ് ഓഫ് എനർജി ആർ റിന്യൂവബിൾ. നമുക്ക് വീണ്ടും ഇതിനെ റീപ്ലെനിഷ് ചെയ്തെടുക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ വീണ്ടും ഇതിനെ നമ്മൾ ഒരു തവണ യൂസ് ചെയ്താൽ പിന്നെ അതിനെ യൂസ് ചെയ്യാൻ പറ്റുന്നു. ആൻഡ് ഇസ് ഈസിലി റീജനറേറ്റഡ്. ദിസ് ഇസ് അൺലൈക്ക് ഫോസിൽ ഫ്യൂവൽസ് വിച്ച് ആർ പെരിഷബിൾ വൺസ് യൂസ്ഡ്. പെരിഷബിൾ എന്ന് വെച്ചാൽ തീർന്നു പോകുന്നത്. അപ്പോൾ ഫോസിൽ ഫ്യൂവൽസിന്റെ അകത്ത് വരുന്നതാണ് കോളും പെട്രോളിയം ഒക്കെ. ഈ ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത് നോൺ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജിയാണ്. അത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. പെരിഷബിൾ ആണ്, അതായത് അത് നശിച്ചു പോകുന്നതാണ്.
ആൻഡ് അതേസമയം റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി നശിച്ചു പോകുന്നതല്ല, നമുക്ക് അതിനെ റിന്യൂ ചെയ്യാനോ അല്ലെങ്കിൽ റീജനറേറ്റ് ചെയ്തെടുക്കാനോ സാധിക്കുന്നു. ആൻഡ് റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി സച്ച് എസ് സോളാർ എനർജി പ്രൊഡ്യൂസ് ക്ലീൻ എനർജി ദാറ്റ് ഡസ് നോട്ട് പൊല്യൂട്ട് ദി എൻവയോൺമെന്റ്. നമ്മുടെ എൻവയോൺമെന്റിന് യാതൊരു തരത്തിലുള്ള പൊല്യൂഷനും ഉണ്ടാക്കാത്ത ക്ലീൻ സോഴ്സസ് ഓഫ് എനർജിയാണ് നമ്മുടെ റിന്യൂവബിൾ എനർജി. ഇപ്പൊ സൺലൈറ്റ് അല്ലെങ്കിൽ വിൻഡ്, ഇതൊക്കെ നമ്മുടെ എർത്തിന് യാതൊരുവിധ കോട്ടവും വരുത്തുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഇത് വളരെ ക്ലീൻ ആണ്. എർത്തിന് വളരെ നല്ല ടൈപ്പ് ഓഫ് എനർജിയാണ് റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി. കാരണം എന്താണെന്ന് വെച്ചാൽ ദർ ഇസ് നോ ബേണിംഗ് ഡ്യൂറിങ് ദി യൂസേജ് ഓഫ് ദിസ് എനർജി. ഈ പറയുന്ന എനർജിയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബേണിംഗ് ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ സൺലൈറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സോളാർ പവർ ജനറേറ്റേഴ്സ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വിൻഡ് എനർജിയിൽ നിന്ന് വിൻഡ് മില്ല് വെച്ച് നമ്മൾ എനർജി ജനറേറ്റ് ചെയ്യുന്നു. അതേസമയം നമ്മൾ ഫോസിൽ ഫ്യൂവൽസ് കോളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, അപ്പം അല്ലെങ്കിൽ ഫയർവുഡിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതൊക്കെ കത്തിച്ച് വേണം അതിൽ നിന്ന് എനർജി ഉണ്ടാക്കാൻ. അപ്പോൾ അത് കത്തിക്കുന്ന സമയത്ത് അതിൽ നിന്ന് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും ഒക്കെ പൊല്യൂഷനിലേക്ക് വഴിതെളിക്കുന്നുണ്ട്. അതേസമയം റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി ആണെങ്കിൽ ഇത്തരത്തിലുള്ള യാതൊരു പൊല്യൂഷനും ഇല്ല. എർത്ത് ക്ലീൻ ആയിട്ട് തന്നെ, എർത്തിന്റെ അറ്റ്മോസ്ഫിയറിനെ ക്ലീൻ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന എനർജി സോഴ്സസ് ആണ് റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി. ഇനി നോൺ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന, തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിനെ റീയൂസ് ചെയ്യാൻ പറ്റത്തില്ല. ദർ ഇസ് ഫൈനറ്റ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽസ് ഓൺ ദ എർത്ത്, സോ ദേ വിൽ റൺ ഔട്ട് ഇവൻച്വലി. ഇവിടെ എർത്തിൽ ഈ നോൺ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജിയുടെ സോഴ്സസ് വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ അത് തീർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. Non-renewable sources make up approximately 95% of the world's energy. ലോകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന എനർജിയുടെ 95% നോൺ റിന്യൂവബിൾ റിസോഴ്സസിനെ ബേസ് ചെയ്താണ്. അതുകൊണ്ട് തന്നെയാണ് ഇനി നിങ്ങൾ ഈ ചാപ്റ്ററിന്റെ അവസാനം ഇതിന്റെ എനർജി ക്രൈസിസ് ഒക്കെ കാണും. അപ്പോൾ നമുക്ക് ഈ നോൺ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി വളരെ കുറവായതുകൊണ്ടും അതിന്റെ പ്രൈസ് കൂടുതലായതുകൊണ്ടും ഒക്കെയാണ് എനർജി ക്രൈസിസിലേക്കൊക്കെ നമ്മൾ എത്തുന്നത്. കാരണം 95% വേൾഡ് എനർജിയും യൂസ് ചെയ്യുന്ന എന്ത് ടൈപ്പാണ്? നോൺ റിന്യൂവബിൾ സോഴ്സസ് ആണ്. അപ്പം അതിന് ഷോർട്ടേജ് വന്നു കഴിയുമ്പോഴത്തേക്കുമാണ് എനർജി ക്രൈസിസ് ഉണ്ടാകുന്നത്. സോ നോൺ റിന്യൂവബിൾ എനർജിക്കകത്ത് വരുന്നതാണ് ഫോസിൽ ഫ്യൂവൽസ്, ഓയിൽ, ഗ്യാസ്, ഫ്യൂവൽ വുഡ്, കോൾ, ബയോമാസ്, പിന്നെ മിനറൽ എനർജി, ന്യൂക്ലിയർ എനർജി ഒക്കെ. സോ ഇതൊക്കെ നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ എനർജി ക്രൈസിസിനെ പറ്റിയൊക്കെ പിന്നീട് കാണും. അപ്പോൾ ജസ്റ്റ് ഇപ്പം എന്താണ് റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി, എന്താണ് നോൺ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി എന്നൊന്ന് മനസ്സിലാക്കുക. റിന്യൂവബിളിന്റെ കുറച്ച് അഡ്വാൻറ്റേജസും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ലോകത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ഫോസിൽ ഫ്യൂവൽസിൽ നിന്നുള്ള എനർജിയാണ്. കോള്, പെട്രോളിയം അതുപോലുള്ള എനർജിയാണ്. ഫോസിൽ ഫ്യൂവൽസിൽ നിന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ. 73% വേൾഡിന്റെ എനർജി ജനറേറ്റ് ചെയ്യുന്നത് ഫോസിൽ ഫ്യൂവൽസിൽ നിന്നാണ്. പിന്നെ ഹൈഡ്രോ പവർ ഉണ്ട്, വിൻഡ് ഉണ്ട്, സോളാർ എനർജി ഉണ്ട്, പിന്നെ മറ്റ് റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു കോമ്പോസിഷൻ, എനർജി എങ്ങനെ വേൾഡിന്റെ എനർജി ജനറേഷന്റെ ഒരു പൈ ചാർട്ട് കോമ്പോസിഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ എനർജി ജനറേറ്റ് ചെയ്യുന്നത് ഫോസിൽ ഫ്യൂവൽസിൽ നിന്നാണ്. അത് തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത് നോൺ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജിയാണ്. അപ്പോൾ അവ തീർന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് റീപ്ലെനിഷ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു എനർജി ക്രൈസിസ്, പവർ ഷോർട്ടേജസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ നോൺ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി ആയതുകൊണ്ട് ഇവ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? പൊല്യൂഷനും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻവയോൺമെന്റൽ ഒരു ഇംപ്ലിക്കേഷൻ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഇഷ്യൂ ആയ പൊല്യൂഷനിലേക്കും കൂടെ ഈ ഓവർ യൂസേജ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ് അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി വഴിതെളിക്കുന്നുണ്ട്. റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജിയുടെ കുറച്ച് എക്സാമ്പിൾസ് ആണ് തന്നിരിക്കുന്നത്. സോളാർ എനർജി, സണ്ണിൽ നിന്ന് കിട്ടുന്ന, വിൻഡ് എനർജി, ബയോമാസ് അതായത് ബയോ ഫ്യൂവൽസ്, ബയോ പവർ, ബയോ പ്രോഡക്ട്സ് ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇപ്പം നമ്മൾ ഈ ബയോ കമ്പോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് അതൊക്കെ ബയോമാസ് എനർജിയാണ്. ദെൻ ഹൈഡ്രജൻ, ജിയോ തെർമൽ എനർജി, പിന്നെ ഓഷ്യനിൽ നിന്ന് ടൈഡൽ പവർ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ വേവ് തിരയടിക്കുന്നതിൽ നിന്നൊക്കെ നമ്മൾ എനർജി ജനറേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഹൈഡ്രോ പവർ എനർജി, ഹൈഡ്രോ പവർ പ്ലാന്റ്സിലൊക്കെ ജനറേറ്റ് ചെയ്യുന്ന, ഇപ്പം ഡാം അതുപോലുള്ള ഇതിൽ നിന്നൊക്കെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന എനർജി ഹൈഡ്രോ പവർ എനർജി ഉണ്ട്. ഇങ്ങനെ പല ടൈപ്പ് ഓഫ് റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നോൺ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജിയിൽ നമുക്ക് ഫോസിൽ ഫ്യൂവൽസ് ഉണ്ട്, കോൾ ഉണ്ട്, നാച്ചുറൽ ഗ്യാസ് ഉണ്ട്, അതുപോലെ തന്നെ ന്യൂക്ലിയർ എനർജി ഉണ്ട്. ഇതൊക്കെയാണ് നോൺ റിന്യൂവബിൾ. ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് യൂസ് ചെയ്യാൻ നമുക്ക് പറ്റില്ലാത്ത റിസോഴ്സസ് ആണ് നോൺ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഫസ്റ്റ് സെഗ്മെന്റിൽ പഠിക്കുന്നത്. ഏതൊക്കെ ടൈപ്പ് ഓഫ് എനർജി സോഴ്സസ് ഉണ്ട്, അതുപോലെ തന്നെ കൺസർവേഷൻ ഓഫ് റിസോഴ്സസിനെ കുറിച്ചും ടൈപ്പ് ഓഫ് റിസോഴ്സസിനെ കുറിച്ചുമാണ് നമ്മൾ ഫസ്റ്റത്തെ ഈ പാർട്ടിൽ പഠിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ബാക്കി നമ്മൾ കണ്ടിന്യൂ ചെയ്യും. കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി ഒക്കെ ഇനി നമുക്ക് പഠിക്കാനുണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യും. താങ്ക്